ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓണപ്പരീക്ഷയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓണപ്പരീക്ഷ വരിക കേട്ടോ, അടുത്ത ആഴ്ചയാണേ. എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടോ? ആദ്യത്തെ 4 ചാപ്റ്ററാണ് എക്സാം എന്നാണ് അറിഞ്ഞത് കേട്ടോ. ആ 4 ചാപ്റ്ററിൻ്റെയും ലിങ്ക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആക്ടിവിറ്റി 1, ഇംഗ്ലീഷുകാർക്ക് ആക്ടിവിറ്റി 1, മലയാളം മീഡിയക്കാർക്ക് പ്രവർത്തനം 1 എന്നാണ് കൊടുക്കുന്നത്. നോക്കണേ, അതിൽ ഒന്നാമത്തെ കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെങ്കിൽ പട്ടിക പൂർത്തിയാക്കുക. അതായത് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ ഇതിൻ്റെ നെയിം എഴുതണം, മലയാളംകാർ മലയാളത്തിൽ ഇതിൻ്റെ പേരെഴുതണം കേട്ടോ. നോക്കിക്കേ, എപ്പോഴും ചെല്ലുമ്പം ഈ ഇങ്ങോട്ടാണ് ചെല്ലേണ്ടതെന്ന് ആദ്യം ഓർക്കണം കേട്ടോ. അതായത് നമ്മുടെ ഇടത് കൈ ഇരിക്കുന്നിടത്തോട്ട് വേണം ചെല്ലാൻ. എന്നിട്ട് നമ്മൾ ചെല്ലണം 1s, 10s, 100, 1000, 1, 10, 100, 1000. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കിക്കേ, 1s, 10s, 100, 1000. എത്ര 1000 ആണ്? 6,000. THO ഈ 1000-ൻ്റെയൊക്കെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. 6,000. 300, 100-ൻ്റെയും 1000-ൻ്റെയും സ്പെല്ലിങ് പഠിക്കണം. 300. ബാക്കി വരുന്ന എന്താണ്? 24. TWENTY 24. നമുക്ക് എല്ലാം അറിയാവുന്ന പറഞ്ഞ് ഒരിക്കലും ഇരിക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. എഴുതി തന്നെ പഠിക്കണം. നമ്മളിത് കാണുമ്പോൾ ആയിരിക്കും ഇത് എനിക്കൊക്കെ അറിയാം അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ കണക്ക് എപ്പോഴും എഴുതി തന്നെ പഠിക്കണം. ഇനി മലയാളം മീഡിയക്കാർ ഇതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 6000 എഴുതാൻ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഇതിലെ കണക്ക്. 6320 കണ്ടോ, 320 ഇത്തായൊക്കെ കണ്ടോ, 24. ഒന്നിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതൊക്കെ നമുക്ക് എല്ലാ കുട്ടികളോടും ചോദിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന, പക്ഷേ എഴുതുമ്പോൾ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, എപ്പോഴും നമ്മളൊരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് നോക്കണം. 1s, 10s, 100, 1000, 10,000. ഈ 10 എന്ന് പറയുമ്പോൾ 2 സംഖ്യ ഒരുമിച്ച് എടുത്തോണം. 10 എന്ന് എപ്പോൾ കേട്ടാലും എന്താ? 2 സംഖ്യ. അപ്പോൾ അത് 1s, 10s, 100, 1000, 10,000. അതായത് 1, 10, 100, 1000, 10,000. എങ്ങനെ എഴുതും നമ്മൾ? 35,000. THIR 35,000 കേട്ടോ. 10 എന്ന് എപ്പോൾ കേട്ടാലും എന്താ നിങ്ങൾ 2 ഡിജിറ്റ് എടുത്തോളും. 35,000, 700, 100, പിന്നെ 33, 38. ഞങ്ങൾ ഈ സ്പീഡിൽ എഴുതുമ്പോൾ ചിലപ്പം ഡിജിറ്റ് വല്ലതും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. ഞങ്ങൾ സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത് നോക്കിയേ, 1s, 10s, 100, 1000, 10,000 അല്ലേ? അല്ലെങ്കിൽ 1, 10, 100, 1000, 10,000. എങ്ങനെ നമ്മൾ എഴുതും? 35,000, 730 ഇപ്പായൊക്കെ വരുമ്പോൾ കൂട്ടക്ഷരം വരുന്നത് എവിടെയൊക്കെയാണെന്ന് കണ്ടോ? 38. ഓക്കെ. ഇനി അടുത്ത് 1, 10, 100, 1000, 10,000, ലക്ഷം അല്ലെ? 1s, 10s, 100, 1000, 10,000, ലാക്ക്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എഴുതുമ്പോൾ നമ്മൾ ഇന്ത്യനും ഇൻ്റർനാഷണലിൻ്റെ ഒക്കെ കോമയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അതായത് 3, 2, 2, 2 എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ. നമ്മൾ ഇന്ത്യനും ഇൻ്റർനാഷണലും ഫസ്റ്റ് ലിങ്കിൽ പഠിച്ച് ഓർമ്മയുണ്ടോ നിങ്ങളെ? ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും. അപ്പോൾ 1s, 10s, 100, 1000, 10,000, ലാക്ക്. എത്ര ലാക്ക്? 4 ലാക്ക്. LAKH ആണ് ലാക്ക്. 4 ലാക്ക്. 31,000. THI 31,000. THOUSAND 31,000. 276. ഓക്കെ ആണോ? 76. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ മലയാളത്തിൽ എങ്ങനെ പറയും? 4,31,000 ഒന്നാന്ന് പറയുന്നത് 1000 എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. 31,270
76. ഈ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് മലയാളം വേണ്ടാന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് എഴുതാനും കൂടെ പഠിക്കാം. ഈ ഡിജിറ്റുകളൊക്കെ എഴുതാൻ പഠിക്കുന്നത് എപ്പോഴായാലും നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ചോദിക്കുമോ ഞങ്ങൾക്ക് ഈ മലയാളം ഒന്നും ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ. അങ്ങനെയല്ല, നിങ്ങൾക്കാണ് ഈ മലയാളം അറിയാൻ വയ്യാത്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചോണം. 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക്. 10 എന്ന് എവിടെ കേട്ടാലും എന്താ, ആ 2 ഡിജിറ്റിനെ എടുത്തുകൊള്ളുക. എപ്പോഴും അത് ഓർത്തോണം. 10 10,000 10 ലാക്ക് 10 ക്രോ. ഇങ്ങനെ 10 എന്ന് പറയുമ്പോൾ എല്ലാം എന്താ അല്ലെ 10,000 10 ലക്ഷത്തി എന്നൊക്കെ പറയുമ്പോൾ 2 ഡിജിറ്റാണ്. 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക്. എത്രയാണ്? 50 അല്ലെ 15 ലക്ഷത്തി 15 ലാക്ക് LAKH 15 ലാക്ക്. പിന്നെ 1s 10s 100 1000 10,000 അവിടെ എന്താണ്? 2 എണ്ണമാണ്. എന്താ 68 50 എന്ന് വെച്ചാൽ 15 ലക്ഷത്തി 68 8 എന്താ 1000 900 എന്താ 73 എന്നാണ്. 73 കണ്ടോ നിങ്ങൾ? ഇതുപോലെ തന്നെ പഠിക്കണേ. നിങ്ങൾ ഇതിനെ എല്ലാം അറിയാവുന്ന വിചാരിച്ചിരിക്കല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അറിയാവുന്ന വിചാരിച്ചിരിക്കരുത്, എഴുതി തന്നെ പഠിക്കണം. ഇനി അതിൻ്റെ മലയാളം എങ്ങനെ പറയും? 15 ലക്ഷത്തി 15 ലക്ഷമാണ്. 15 ലക്ഷത്തി 68,000 900 ഈ 900 ഒക്കെ വന്നേ അറിയാമല്ലോ. എന്തുകൊണ്ടാണ് അവിടെ 1000 വന്നത്? ഈ 9ന്റെ 900 കേട്ടോ. 990 അല്ലേ കേട്ടോ. 973 73 73. ഓക്കെ. പിന്നെ 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ അല്ലേ? എത്ര ക്രോറ്? 2 2 2 ഇങ്ങനെ വേണം എടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പം ആദ്യത്തെ ഇതിൽ 3. ഇതൊക്കെ ഞാൻ കുറേ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. അതൊക്കെ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റാ. ഫസ്റ്റ് ഒന്ന് കാണണേ. 3 2 2 2 എന്നും പറഞ്ഞാണ് ഇന്ത്യൻ സിസ്റ്റം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ്? 2 കോടി. കാരണം ഞാൻ ഇനി ഒത്തിരി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ക്രോറിൻ്റെ സ്പെല്ലിങ് തന്നെയാണ് 2 ക്രോർ കേട്ടോ. 2 ക്രോർ. അത്രയും സമയം പോകും നിങ്ങളെ. 2 ക്രോർ 46,89,452 എന്നാണ് ഇംഗ്ലീഷ് കേട്ടോ. എന്താ 2 ക്രോർ 46,89,452 എന്നാണ്. മലയാളത്തിൽ എങ്ങനെ പറയും? 2,46,89,452 എന്നാണ് കേട്ടോ. നമ്മൾ അത്രയും ഇനി എഴുതി സമയം കളയുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പഠിക്കാനില്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലായോ നിങ്ങൾ? ഇതിൻ്റെ ഞാൻ ആദ്യത്തെ ലിങ്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും വേണ്ടിയില്ല, സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ കേട്ടോ. സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഞാൻ തന്നത്. കാരണം ഇത് 100ൻ്റെയും ലാക്കും 1000ൻ്റെയും ഒക്കെ 5ാം ക്ലാസ്സിൽ കേരള സിലബസ് ആയാലും മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും സ്പെല്ലിങ് അറിയണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒന്നാമത്തെ ആക്ടിവിറ്റി മനസ്സിലായല്ലോ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ആക്ടിവിറ്റി 2 ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ ഒക്കെ 28 പേപ്പർ ഫയൽ ഓഫ് സെയിം പ്രൈസ് കോസ്റ്റ് 700 rupees. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എ പേപ്പർ ഫയൽ? രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ കണ്ടോ. അതായത് ഒരേ വിലയുള്ള 28 പേപ്പർ ഫയലുകൾ വാങ്ങിയപ്പോൾ 700 രൂപയായി. ഒരു ഫയലിൻ്റെ വില എന്ത്? ഇങ്ങനെയുണ്ടോ നിങ്ങളെ ചോദ്യം നോക്കിയേ. 28 പേപ്പർ ഫയൽ ഓഫ് സെയിം പ്രൈസ്, ഒരേ വിലയുള്ള 28 പേപ്പർ ഫയൽ അല്ലേ. ഒരേ വിലയുള്ള 28 പേപ്പർ ഫയലുകൾ വാങ്ങിയപ്പോൾ 700 രൂപയായി. ഇത്രയേ ഉള്ളൂ ഞങ്ങളെ. എത്ര രൂപയായി? 700. എത്ര പേപ്പറായി? 28. അപ്പോൾ 700നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കുറേ പഠിച്ചതാണ്. ഡൗട്ടുള്ളവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. 700നെ നമ്മൾ എന്ത് ചെയ്യണം? 28 വെച്ചാണ്. ഇനി നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന പോലെയല്ല, 28 മേളിലാണ് കേട്ടോ. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിക്കുമ്പോൾ 28 ഇവിടാണ്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ മുകളിലാണ് കൊടുക്കേണ്ടത്. ഇനി 28നെ എത്ര കൊണ്ട്
ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് 700 കിട്ടുമെന്നാണ്. 28നെ 10 കൊണ്ട് ചെയ്താൽ എത്ര ആവും നിങ്ങളെ? 10 വെച്ച് ഏതൊരു സംഖ്യയെ 10 വെച്ച് ചെയ്താലും അതിൻ്റെ ഇപ്പുറത്ത് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ 10. ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഈ 10 വെച്ച് എന്താ ചെയ്യുന്നത്, അല്ലെ 30 വെച്ച് എന്തിനാ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 10, 20, 30, 40 ഒക്കെ ഇട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 28 നോക്കിയേ 10 വെച്ച് ചെയ്താൽ നമുക്ക് 280 വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര 20 വെച്ച് ചെയ്യാം. 20 വെച്ച് ചെയ്തേ കുഞ്ഞുങ്ങളെ. ഓക്കെ, 20 വെച്ച് ചെയ്യുമ്പോൾ 28 ഇൻറ്റു 20 എത്രയാണെന്നറിയോ? 28 ഇൻറ്റു 20 560. 28 ഇൻറ്റു 20 560. അത് നിങ്ങൾ ആ ചെയ്ത് എന്തോന്നറിയോ? അതുകൊണ്ട് ഇവിടെ കൊടുക്കണം. 28 ഇൻറ്റു 20 എന്ന് പറയുന്നത് 560. കണ്ടോ? ഇനി 700ൽ നിന്ന് എന്ത് ചെയ്യണം? 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. എപ്പോഴും 2 എണ്ണം ഒരു ബോക്സിൽ വന്നാൽ കുറയ്ക്കണം. 700ൽ നിന്ന് 560 പോയാൽ ബാക്കി 140. മനസ്സിലായോ? 140 വന്നു. ഇനി നമ്മൾ ഇങ്ങനെ ബോക്സ് കൊടുക്കുക. ഇനി 28ൻ്റെ കൂടെ എത്ര വെച്ച് ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് 140 വരും. ഇവിടെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അത്രയും സമയം കളയണ്ടാവും നിങ്ങളെ. അതായത് 28 ഇൻറ്റു 20 560. അതൊക്കെയാണ്. 28നെ 3 വെച്ച് ചെയ്തപ്പോൾ 84, 28നെ 4 വെച്ച് ചെയ്തപ്പോൾ 112, 28നെ 5 വെച്ച് ചെയ്തപ്പോൾ 140 കിട്ടി. കണ്ടോ? 28നെ നമ്മൾ എത്ര കണ്ടോ? 28നെ ഈ 28 വെച്ചാണ് ചെയ്യേണ്ടത്. 28നെ 20 കൊണ്ട് ചോദിച്ചപ്പോൾ 560. 700ൽ നിന്ന് 560 140. 28നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 140 വരുന്നത്? 28 ഇൻറ്റു 5. കണ്ടോ? 5 140 വന്നു. എപ്പോഴും 2 എണ്ണം വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് താപ്പോട്ട് പോകണം. അപ്പം 140 140 പോയാൽ 0 വന്നു. ഇവിടെ നമ്മൾ ഏതൊക്കെ എടുത്തത്? 28ൻ്റെ കൂടെ എത്ര എടുത്തത്? 5ഉം കൂടെ എടുത്തപ്പോൾ നമുക്ക് എത്ര വന്നു? 140 വന്നു. അതായത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 700 വരണം. 700 വന്നെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. നമുക്ക് ഏതൊക്കെയാണ് കിട്ടിയത്? 20ഉം 5ഉമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 28നെ 25 വെച്ച് ചെയ്തപ്പോൾ, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 25 അല്ലേ കിട്ടിയേ? 25 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 700 കിട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 25 ആൻസർ. അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഓർത്തോണേ നിങ്ങൾ. ഇത് നമ്മൾ കുറേ ചെയ്തതാ, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് ഇതൊന്നുകൂടെ നോക്കണേ. എന്തുകൊണ്ടാണ് ഇവിടെ 10 എടുക്കാഞ്ഞതെന്ന് മനസ്സിലായോ? 10 എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഏതൊരു സംഖ്യയെ 10 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോഴും അതിൻ്റെ വലത്തുവശത്ത് ഒരു 0 കൂടി ഇട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കിവിടെ 700 അല്ലായിരുന്നു വന്നത്. 28 വെച്ച് 10 വെച്ച് ചെയ്യുമ്പോൾ 280 ആവത്തുള്ളൂ. 28നെ 10 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 280 ആവത്തുള്ളൂ. അപ്പം നമ്മൾ 20 വെച്ച് കുറച്ചുകൂടെ എളുപ്പത്തിന് ചെയ്തപ്പം 560 കിട്ടി. ബാലൻസ് വെച്ച് ചെയ്ത് വന്നപ്പം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യവും ഉത്തരം മനസ്സിലായല്ലോ. അറിയാൻ വയ്യാത്തൊരു എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്ത ഇത് ആക്ടിവിറ്റി 2. അടുത്ത ആക്ടിവിറ്റി 3 നോക്കിയേ. ആക്ടിവിറ്റി 3 അല്ലെങ്കിൽ പ്രവർത്തനം 3 അല്ലേ? റീറൈറ്റ് ഈച്ച് ഓഫ് ദ പ്രോഡക്റ്റ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. നോക്കിക്കേ, കുറേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 36 ഇൻറ്റു 144, 49 ഇൻറ്റു 169, 225 ഇൻറ്റു 16. നോക്കിയേ, ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയായിട്ട് മാറ്റി എഴുതാൻ. എന്താ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ പ്രോഡക്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് 5ലല്ലേ ആയുള്ളൂ നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രോഡക്റ്റ് എന്ന്. ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കാനാണ് കേട്ടോ, ഇൻറ്റു ചെയ്യാനാണ്. അപ്പോൾ ചുവടെയുള്ള ഒരു സംഖ്യ തന്നിരിക്കുകയാണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. ഈ അതുകൊണ്ട് തന്നെ ഗുണിക്കുക എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ദാണ്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിച്ചത്? കഴിഞ്ഞ ലിങ്കിൽ ഇത് എൻ്റെ ലിങ്ക് കണ്ടവർക്ക് അറിയായിരിക്കും. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ആണ്. അതായത് ഒരേ സംഖ്യകൾ തങ്ങളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ, ഇപ്പം മേളി പറഞ്ഞ അങ്ങനല്ലേ, 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തത് നമ്മൾ അന്ന് പഠിച്ചതാണ് അല്ലേ? നിങ്ങൾ പഠിച്ചായിരുന്നോ നിങ്ങളെ? ഞാൻ പഠിപ്പിച്ചായിരുന്നു. നിങ്ങൾ പഠിച്ചോ? അതറിയട്ടെ കേട്ടോ. പഠിച്ചിട്ട് പോണേ. നാണക്കേടാണ് ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത് കേട്ടോ. കാരണം വളരെ കുറച്ച് ചാപ്റ്ററേ ഉള്ളൂ ഓണപ്പരീക്ഷയ്ക്ക്. അപ്പോൾ അതിനെ മാർക്ക് കുറയുവാണെങ്കിലുണ്ടല്ലോ, ടീച്ചർക്ക് നിങ്ങളെന്താ മാർക്കുള്ള കുട്ടികളെയും മാർക്കില്ലാത്ത കുട്ടികളെയും തങ്ങളിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴും എന്താ മാർക്കുള്ള കുട്ടികളെ ആയിരിക്കും ടീച്ചറിന് ഇഷ്ടം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഇപ്പം ഇഷ്ടമാണ്. നിങ്ങൾ ഞാനിപ്പോൾ ഒന്നും ആവണ്ട. പക്ഷെ എന്തായാലും മാർക്കുള്ള കുട്ടികളോട് ഒരു പ്രത്യേക ഇതായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം 36 ഇൻറ്റു 144 ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താ?
36 ഇൻറ്റു 144 എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം നോക്കിക്കേ, 36 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതറിയണമെങ്കിൽ നിങ്ങൾ ഇതങ്ങ് കാണാതെ പഠിക്കണം. 36 എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? 6 ഇൻറ്റു 6 ഒരേ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക എന്നാ. ഒരു സംഖ്യയെ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ 6 ആണെങ്കിൽ 6 കൊണ്ട് തന്നെ, 7 ആണെങ്കിൽ 7 കൊണ്ട് തന്നെ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ 36. അപ്പം നിങ്ങൾ ഈ 36 എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകണം എന്താ? 6 ഇൻറ്റു 6 36, 6 ഇൻറ്റു 6 36 ആണെന്ന് നിങ്ങൾക്കറിയണം കേട്ടോ. അതാണ് ഒരേ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 144 144 എന്ന് കേൾക്കുമ്പോഴേ എന്തോർക്കണം? 12 ഇൻറ്റു 12 12 ഇൻറ്റു 12 ആണ് എന്താ 144 എന്ന്. ഇപ്പം പിടികിട്ടിയോ? ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലായോ? 6 ഇൻറ്റു 6 12 ഇൻറ്റു 12. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഷഫിൾ ചെയ്യുക. അതായത് ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണ്ട? 6നെ 12 കൊണ്ടും 6നെ 12 കൊണ്ടും ചെയ്യണം. അപ്പോൾ എന്താ? രണ്ടും ഒരേപോലെ കിട്ടുമെന്ന് അല്ലേ? എന്തുകൊണ്ടാണ് ഈ 6 ഇൻറ്റു 6 12 12 ഇൻറ്റു 12 എന്ന് എഴുതാഞ്ഞത്? നമ്മൾ ഒരേപോലെ ആക്കാനാണ് കേട്ടോ. എന്താ ഗുണിക്കുന്ന രീതിയിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നാ ചോദ്യം. അപ്പോൾ 6 ഇൻറ്റു 6 12 ഇൻറ്റു 12 എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 6നെ 12 കൊണ്ടും 6നെ കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതിലും എളുപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് അറിയണമെങ്കിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ 36 ആയാലും 144 ആയാലും ഏതാ വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, 49ഉം 169ഉമാണ്. 49 ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? 49 ഏതായിരിക്കും? 7 ഇൻറ്റു 7 ആയിരിക്കും കേട്ടോ. എത്ര? 7 ഇൻറ്റു 7. അറിയാവോ അതൊക്കെ? 149 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 7 ഇൻറ്റു 7. ഓക്കെ, 7 ഇൻറ്റു 7. ഞാനിപ്പോൾ ചിലപ്പോൾ ചിലത് സ്പീഡിൽ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ കമൻറ്റ് ബോക്സിൽ വരുമ്പോഴാണ് എഴുതിയേക്കുന്ന ഡിജിറ്റലി ചിലപ്പോൾ മാറ്റം വല്ലതും ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നത്. 49 എന്ന് പറയുന്നത് ഏതാവും നിങ്ങളെ? 7 ഇൻറ്റു 7. അതിന് സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 169 എന്ന് പറയുന്നതോ? ഇതൊക്കെ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചേക്കണം കേട്ടോ. വേറെ ഒന്നും വലുതായിട്ട് പഠിക്കാനൊന്നും ഇല്ലല്ലോ. 169 എന്ന് പറയുന്നത് ഏതാവും നിങ്ങളെ? 13 ഇൻറ്റു 13 കേട്ടോ. 13 ഇൻറ്റു 13 മാറ്റിയിട്ട് ഗുണിച്ച് നോക്കണേ. നമുക്ക് സമയപരിധി കൊണ്ടാണ്. 13 ഇൻറ്റു 13 169. ഇനി നമ്മുടെ ജോലി എന്താ? 7നെ 13 കൊണ്ട് ചെയ്യുക. പിന്നെ അടുത്തതും 7നെ 13 കൊണ്ട് ചെയ്യുക. 13 ഇൻറ്റു 7 എത്ര ആയിരിക്കും? 13 ഇൻറ്റു 7 91. വേണേൽ മാറ്റിയിട്ട് ചെയ്തോ. 13 ഇൻറ്റു 7 3 7 21 ശേഷം 2 1 7 2 9 91. അപ്പോൾ ഇവിടെ 91 ഇൻറ്റു 91 ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ ഗുണിച്ച് എഴുതാൻ പറയുന്നില്ല, ഒരേപോലെ ആണെന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഇത്രയും മാത്രം എഴുതി വെച്ചാൽ ചിലപ്പോൾ 2 3 മാർക്കൊക്കെ ഇതൊക്കെ വെറുതെ കളയണോ? അടുത്ത് നോക്കിക്കേ, 225 ഇൻറ്റു 16. 225 ഇൻറ്റു ഈ 225 എന്ന് പറയുന്നത് ഏതിൻ്റെയാവും നിങ്ങളെ അറിയാമോ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ? 15ൻ്റെ കേട്ടോ. ഇതൊക്കെ മിനിമം നമുക്ക് അറിയേണ്ട കാര്യമാണ്. 15 ഇൻറ്റു 15 225. 16 അത് നമുക്കറിയാം. ഏതാ? 8 ഇൻറ്റു അല്ലേ? 4 ഇൻറ്റു 4 8 അല്ലേ? 8 ഇൻറ്റു 8 64. 4 ഇൻറ്റു 4 16. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. ഇത് ചോദ്യം പിടികിട്ടണേ കുഞ്ഞുങ്ങളെ. ചോദ്യം എന്താണ്? റീറൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ദ പ്രോഡക്റ്റ് എന്ന് കേട്ടാലേ ഇങ്ങനെ എഴുതിക്കണം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കാനാട്ടോ. അപ്പോൾ നോക്കിക്കേ, 15 ഇൻറ്റു 15 225. 4 ഇൻറ്റു 4 16. ഇനി നമ്മൾ എന്തുവാ? 15 ഇൻറ്റു 4 എന്നും എഴുതുക. ഇത്രയൊന്ന് എഴുതിയാൽ മതി. ഇത്രയും എഴുതി വെച്ചാലുണ്ടല്ലോ 3 4 മാർക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ രക്ഷപ്പെട്ടല്ലേ. 15 ഇൻറ്റു 4 എത്ര? 15 4 60. 60 ഇൻറ്റു 60 ആൻസർ. ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ആക്ടിവിറ്റി പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3ാമത്തേതിലാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത് കേട്ടോ. നിസ്സാരം ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കണക്കുകളാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 4 പ്രവർത്തനം. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1 3 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പേഴ്സ് ആഡഡ് ഇൻ ദീസ്? അതായത് 1 3 5 എന്നിങ്ങനെയുള്ള ഒറ്റസംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 വരുന്നത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുന്നത്? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ്? ഇതിനകത്തിലെ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ, അതായത് ഇവൻ നമ്പറും ഓഡ് നമ്പറും. ഇവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 4 6 8 എന്നിവയാണ്. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 5 7. ആദ്യം നിങ്ങൾ അതറിയണം, ഓഡ് നമ്പറും ഇവൻ നമ്പറും. ഇവൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇവൻ നമ്പർ എന്ന് വെച്ചാൽ
ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ കേട്ടോ, അത് തിരിഞ്ഞു പോവല്ലേ. എന്നിട്ട് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എത്ര ഈ ഓഡ് നമ്പറുകൾ, അതായത് ഒറ്റ സംഖ്യ അല്ലേ, എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടിയാലാണ് നമുക്ക് 400 വരുന്നത് അല്ലേ, 8 ഇല്ലയോ? എങ്ങനെ എഴുതും അറിയാവോ? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ്? എന്തോ ചെയ്യും ഒന്ന് പറഞ്ഞേ. നമുക്ക് അതിൽ എന്താണെന്നറിയാം, ഇവിടെ നമുക്ക് 400 കിട്ടിയെന്ന് പറഞ്ഞു. നമുക്കറിയാം 400 എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. എങ്ങനെയാ കുഞ്ഞുങ്ങളെ, 20 × 20 ആണ്. ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കണം. 400 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാ? 20ൻ്റെ സ്ക്വയർ ആണ് 400. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 400 എന്നത് 20 × 20 ആണ്. അതായത് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400. സംശയമുണ്ടോ? 400 ആണ് നമ്മളോട് ചോദിച്ചെങ്കിൽ നമ്മൾ നോക്കാം എന്തിൻ്റെ സ്ക്വയർ ആണ്, എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കുക. അത് ഏത് സംഖ്യ ആണെങ്കിലും ഇപ്പം 90 എന്ന് പറയുകയാണെങ്കിൽ എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും? 30 അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാം. 30 × 30 ആണ് 90 അല്ല 900 അല്ലേ? അപ്പോൾ 0 എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണേ നിങ്ങളെ, 0-നൊക്കെ വിലയുണ്ട് കേട്ടോ. അപ്പം 400, ഇപ്പം ഇതങ്ങ് പോട്ടെ. ഈ 400 എന്ന് പറയുന്നത് 20 × 20 ആണ്. അപ്പോൾ അതാ ഇവിടെ കിട്ടി, 20 × 20 ആണ്. അതായത് ആദ്യത്തെ 20 ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ അല്ലേ, ഓഡ് നമ്പറിലെ തുക 400 ആണ്. അവസാനം കൂട്ടുന്നത് 20ാമത്തെ ഒറ്റ സംഖ്യയാണ്, അതായത് 39. അതായത് 20 × 20 400 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് വിൽ ബി 400. ദ 20th ഓഡ് നമ്പർ ഈസ് 39. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താണ്ട അതിൽ ഒരു എളുപ്പവഴി, ഇതെന്ന് വിചാരിച്ച് ഇതെന്താ എളുപ്പവഴി ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ഇന്ന് കൂട്ടാനല്ല പറഞ്ഞത്, ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആദ്യത്തെ എന്തോ ചെയ്യണം, 1 3 5 7 എത്ര എണ്ണം കൂട്ടിയാൽ 400 വരുമെന്ന്. 1 + 3 + 5 അതായത് ഓഡ് നമ്പറുകളെ പറക്കി എഴുതുക. കണ്ടോ, ഓഡ് നമ്പറുകളെ പറക്കി എഴുതിയപ്പോൾ ഞാൻ നോക്കിയേ 20 ഓഡ് നമ്പർ എഴുതിയപ്പോൾ എനിക്ക് 400 കിട്ടിയെന്ന്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ നിങ്ങളെ ഒന്ന് ഈ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ നിങ്ങളെ. 20 ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യ. ഈ ഒറ്റ സംഖ്യ 1 3 5 7 9 എന്നല്ലേ, ഇതിങ്ങനെ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് നമുക്ക് 400 വരുന്നതെന്നാണ്. എത്ര എണ്ണം കൂട്ടിയപ്പോഴാണ്? 20 എണ്ണം കൂട്ടിയപ്പം 400 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എത്ര? 20 എണ്ണം കൂട്ടിയപ്പോൾ 400 കിട്ടി. നിങ്ങളല്ലെങ്കിൽ എണ്ണി നോക്കണേ, നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുമെങ്കിൽ 1 2 3 4 5 6 7 8 അങ്ങനെ നോക്കിയേ. ഈ 20 എണ്ണം വന്നപ്പോഴേ ഇവിടുത്തെ ഓഡ് നമ്പർ എത്ര നോക്കിയേ വന്നത്? ഞാൻ 20 എണ്ണം എടുത്തു, പക്ഷേ 20ാമത്തെ ഓഡ് നമ്പർ ഏതാ വന്നത്? 39 ആണ്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നമ്മൾ 20ാമത്തെ ഓഡ് നമ്പർ 39 ആണ്. അവസാനം കൂട്ടുന്നത് 20ാമത്തെ ഒറ്റ സംഖ്യയാണ്, അതാണ് 39. ഇപ്പോൾ പിടികിട്ടിയോ? സംഭവം പിടികിട്ടിയോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ ഒരു ക്ലൂ വെച്ച് ഇത് നിങ്ങളുടെ മനസ്സിൽ ഇതങ്ങ് പതിഞ്ഞാലുണ്ടല്ലോ, എത്ര സംഖ്യ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇതങ്ങ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. മനസ്സിലായോ? കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും രക്ഷകർത്താക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് വെച്ച് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കേട്ടോ. ഇത് കൂടെ എനിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലല്ലേ, അപ്പോൾ ആ രീതിയിൽ രക്ഷകർത്താക്കളൊന്ന് പറഞ്ഞു കൊടുക്കണേ കേട്ടോ. അതുകൊണ്ട് ഈ രീതിയിൽ, അതായത് ഇത് 400 അല്ലേ നമ്മുടെ ഉത്തരം അല്ലേ? 400 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 20ൻ്റെ സ്ക്വയറാണ്. അതുപോലെ വേറെ ഏതെങ്കിലും നമ്പർ നിങ്ങൾ അപ്പോഴത്തേക്ക് എടുത്ത് നോക്കണം. അപ്പം 20 എന്ന് പറയുന്നത് 400, 20ൻ്റെ സ്ക്വയറാണ് 400. അപ്പം നമ്മൾ 20 വട്ടം ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പം അത് എത്രാമത്തെ? അതിൻ്റെ തൊട്ട് പിറകിൽ കിടക്കുന്നതായിരിക്കും അതിൻ്റെ ഓഡ് നമ്പർ. 20ാമത്തെ എങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന 20 ഏതാ? 400 അല്ലേ? 20ൻ്റെ 39ാമത്തെ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് ഇതുപോലെ തന്നെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാനിനിയും പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അടുത്ത ആക്ടിവിറ്റി 5. എ നമ്പർ മൾട്ടിപ്പിൾഡ് ബൈ 16 ഗേവ് 1360. അത് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്പിൾഡ് ബൈ 16? വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദീസ് ഈസ് മൾട്ടിപ്പിൾഡ് ബൈ 16? വല്ലോ മനസ്സിലായോ? അതായത് ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര?
ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. എന്താണ്? ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതിൻ്റെ മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ് എൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. ഈ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ കണ്ടാൽ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുമെന്നുള്ള കേട്ടോ. നോക്കി കുഞ്ഞുങ്ങളെ, ഇതിപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാണും, പക്ഷേ ഇത് സ്കൂളിൽ ടീച്ചർമാരൊന്നും വായിച്ചൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പോണേ. അപ്പം നോക്കിക്കേ, ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടിയെന്ന്. ഓക്കെ, അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ പ്രൊഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്പിൾഡ് ബൈ 16. അതായത് നമ്മൾ ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പം 7 ഇൻറ്റു 2 എന്ന് പറയും. നിങ്ങൾക്ക് അറിയാവുന്ന പറയാം, 2ൻ്റെ ടേബിൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14 അല്ലേ? ഈ 14ൻ്റെ കൂടെ 2ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് അടുത്തത് കിട്ടത്തില്ലേ? 14ൻ്റെ കൂടെ 2ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. ഈ 16 എന്ന് പറയുന്നത് എന്താ? 8 ഇൻറ്റു 2 അല്ലേ? ആണല്ലോ. ഇനി ഈ 16ൻ്റെ കൂടെ 2ഉം കൂടി കൂട്ടിയാൽ എത്ര? 18 കിട്ടും അല്ലേ? 18 എന്ന് പറയുന്നത് എന്താണ്? 9 ഇൻറ്റു 2 അല്ലേ? ഇപ്പോൾ പിടികിട്ടിയോ? ഇനി ഇതിൻ്റെ കൂടെ 14 നിന്ന് നമ്മൾ 2 കുറച്ചാലോ? ഈ 14 നിന്ന് 2 കുറച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 12 അല്ലേ? മനസ്സിലായോ? അതായത് അതിന് മുമ്പിലുള്ളതും പുറകിലുള്ളതിനെ നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നാ, തൊട്ടടുത്ത സംഖ്യയെ ഇവിടെ നമുക്കൊരു സംഖ്യ, ഇതിപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾ തല വെറുതെ ഇതാക്കണ്ട. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സംഖ്യ എത്ര ആണെന്നറിയാൻ വേണ്ടി ആ സംഖ്യയെ കൂട്ടി കിട്ടിയാൽ മതി. അത് മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങളെ, ഇവിടെ നമുക്ക് 1360 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടിയല്ലോ. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോഴാണെന്ന് പറയുന്നു. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 1360 കിട്ടി. അതിൻ്റെ അടുത്ത സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ സംഖ്യയെ 16 കൂടെ കൂട്ടിയാൽ പോരായോ? മനസ്സിലായി? ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമുക്ക് 1360 ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ, അടുത്ത ടേബിൾ ഏതാണെന്നറിയാൻ, അല്ലെങ്കിൽ അടുത്ത ഗുണനഫലം ഏതാണെന്നറിയാൻ എന്ത് ചെയ്യാം? അതിൻ്റെ കൂടെ 16 കൂടെ കൂട്ടിയാൽ മതി. കാരണം 16ൻ്റെ ടേബിളിൽ അവർ പറയുന്നത് 16 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ എത്ര? 1376 കിട്ടും. 60ൻ്റെ കൂടെ 16 കൂടെ കൂട്ടുമ്പോൾ 76. ഇനി ഇതിൻ്റെ തൊട്ട് പുറകിലത്തെ സംഖ്യ ഏതാണെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 16 അങ്ങ് കുറച്ചാൽ പോരായോ നിങ്ങളെ? പ്രൊഡ്യൂസ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ അതിൻ്റെ തൊട്ട് പിറകിലത്തെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് തൊട്ട് മുമ്പിലത്തെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? അതിൽ നിന്ന് 16 അങ്ങ് കുറച്ചാൽ മതി എന്ന. പിടികിട്ടിയോ നിങ്ങളെ? അത്രയേ ഉള്ളൂ. അതായത് തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഇതങ്ങ് ഓർത്താൽ മതിയോ നിങ്ങളെ? ഇപ്പം 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതായിരിക്കും? 10 അധികം 2 അല്ലേ? 10ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 12 അല്ലേ? അതായത് 6 ഇൻറ്റു 2 അല്ലേ? അതാ ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ 14 അതായത് 7 ഇൻറ്റു 2 അല്ലേ? തൊട്ടടുത്ത ഗുണനഫലം അല്ലേ നമുക്ക് കിട്ടുന്നത്? അത്രയേ ഉള്ളൂ. അതാ ഇവിടെയും പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ആണെങ്കിൽ എന്താണ്? അതിൽ നിന്ന് 16 അങ്ങ് കുറയ്ക്കാൻ. ഇവിടെ 16 വെച്ചാണ് ഈ പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടേ, എഴുതണേ. 5ാം ക്ലാസ്സിലാണെങ്കിലും കുട്ടികൾക്ക് ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യനുകളാട്ടോ. നോക്കിക്കേ അടുത്ത. വാട്ട് ആർ ദ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2 ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1? എന്താവും നിങ്ങളെ? 2 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോഴേ ശിഷ്ടം 0 വരണം. അത് ഏതൊക്കെയാണ്? ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാ ചോദ്യം. നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അത് എളുപ്പമാണ്. എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഈവൻ നമ്പറുകളുണ്ടല്ലോ, ഈവൻ നമ്പർ എല്ലാം ചെയ്ത് ഇപ്പം
അല്ലേ? 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 1 2 2 നമുക്ക് 0 അല്ലേ കിട്ടുന്നത്. ഇത് നമ്മൾ കുറേ ചെയ്ത ഓർമ്മയുണ്ട്. ഇപ്പോൾ 6 എന്ന് പറയുന്നത് ഇവൻ നമ്പർ. ഇവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ അറിയാവേ? 2 4 6 8 10 12 14 എന്ന് പറയുന്നതാണ് ഇരട്ട സംഖ്യ. അപ്പോൾ ആ ഇരട്ട സംഖ്യയെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ അതൊക്കെ 3 2 6 കണ്ടോ? 0. എപ്പോഴും അത് ഓർത്താൽ മതി. എന്താ? ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പറോ? ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? 1 3 5 7 ഒക്കെ അല്ലേ ഓഡ് നമ്പർ. ഇപ്പം നോക്കിയാൽ 7നെ നമ്മൾ 2 വെച്ച് ചെയ്താൽ 3 × 2 6 ശിഷ്ടം 1. കണ്ടോ? ശിഷ്ടം 1 വരുന്നത് എന്താണ്? ഓഡ് നമ്പർ. ഓഡ് നമ്പറായ 1 3 5 എന്നിവ വെൻ ഡിവൈഡഡ് 2 അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ആണോ? അതായത് ഇവൻ നമ്പറിനെ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 0 ഓഡ് നമ്പറിനെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടുമെന്ന്. കണ്ടോ? ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടിട്ടുണ്ടേ. കണ്ടോ? ചോദ്യം ഇതുപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ നല്ലപോലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ലല്ലോ എൻ്റെ ഭാഷയിൽ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസുകളാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ്, മലയാളം മീഡിയക്കാർക്ക് പ്രവർത്തനം എന്നാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനുകളും തരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് 15നെ 4 കൊണ്ട് ഗുണിക്കൂ അല്ലെങ്കിൽ ഒരു 3 സെൻറ്റിമീറ്ററുള്ള സർക്കിൾ ഇങ്ങനെ നേരിട്ടങ്ങ് തരത്തില്ല. എപ്പോഴും ഇങ്ങനെ ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു 10 ആക്ടിവിറ്റി ഇങ്ങനെ 10 എണ്ണം തരും. അതിനകത്തൊരു 8 എണ്ണം ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന 8 എണ്ണം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? നോക്കി, 1ാമത്തെ ചാപ്റ്ററിനകത്തില്ലാണ്ട് നിങ്ങൾക്കൊരു പടം തരും, ഏതെങ്കിലും ഒരു ഫിഗർ തന്നിട്ട് നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യാം? നിങ്ങളുടെ പേപ്പറിലോട്ട് വരയ്ക്കാനായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ആ ഫിഗർ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം. എന്തിൻ്റെ ഫിഗറാണ് കേട്ടോ? ആദ്യമേ അത് മനസ്സിലാക്കണം. ഇപ്പം നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കേ, ഇവിടെ ഒരു അളവ് ഇവിടെ നോക്കിക്കേ, 0 ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതിപ്പോൾ ഇങ്ങനൊരു പടം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നറിയോ? 3 അത് 0 എടുക്കേണ്ടത്. ഇതൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളെ? 0 വെക്കേണ്ടത്. സ്കെയിൽ പിടിക്കാൻ അറിയണം. പിന്നെ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക്, പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു സ്കെയില്, കോമ്പസ്, ഇത് പരീക്ഷയ്ക്ക് വേണ്ടുന്ന കേട്ടോ. കോമ്പസ്, സ്കെയില്, അതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ. 1ാമത്തെ ചാപ്റ്റർ സെറ്റ് സ്ക്വയറിൻ്റെയാണ്. സെറ്റ് സ്ക്വയർ കൊടുത്തു വിടണം. നല്ല മൊനയുള്ള ഒരു പെൻസില്, അതുപോലെ തന്നെ കോമ്പസിനകത്ത് ഇടാൻ ചെറിയൊരു പെൻസില്, നല്ല 2 പേന, ഇതൊക്കെ എത്ര കൊടുത്തു വിട്ടാലും കാണത്തില്ലെന്ന് അറിയാം. എന്നാലും പരീക്ഷയുടെ അന്ന് ഇതെല്ലാം ഇൻസ്ട്രോം ബോക്സിൽ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ വിടാവൂ കേട്ടോ. ഇനി നോക്കിക്കേ, ഇത് നല്ലൊരു സ്കെയിൽ കൊടുത്ത് വിടണം. ആ സ്കെയിലിനകത്തിൽ നോക്കിക്കേ, 0 മുതൽ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കുക കേട്ടോ. 0 മുതൽ 0 മുതൽ 3 സെൻറ്റിമീറ്ററിലുള്ള ഒരു വര വരയ്ക്കുക. ഇതെങ്ങനെ വരയ്ക്കുമെന്നാണ് കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അറിയോ? നോക്കിക്കേ, 0 മുതൽ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ കാണുന്നുണ്ടോ? 0 മുതൽ 3 സെൻറ്റിമീറ്റർ ആണ് ഈ കോമ്പസിൽ എടുക്കുക. എപ്പോഴും നമ്മൾ കോമ്പസിനകത്തിൽ എന്താ? കോമ്പസിനെക്കാട്ടിൽ ചെറിയൊരു പെൻസിലേ ഇടാവൂ. നിങ്ങൾ എൻ്റേത് നോക്കണ്ട, ഞാൻ എൻ്റെ കൈ കിട്ടിയോർന്ന് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയ പെൻസിലേ ഇടാവൂ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ വട്ടം വരയ്ക്കുമ്പോഴേ ഇങ്ങനെ കറക്കി വരയ്ക്കുമ്പം ഇത് വലിയ പെൻസിലാണെങ്കിൽ ഓൾറെഡി അത് തെറ്റിപ്പോയി നമ്മൾ ചെയ്യുന്ന കണക്കുകളെല്ലാം തെറ്റിപ്പോവും. അത് ചെറുതാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും കേട്ടോ. അതുപോലെ തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കുകയും വേണം. ഇതൊന്നും എല്ലാ ക്ലാസ്സിലൊന്നും പറയത്തില്ല, എനിക്കറിയാം ഓരോന്നും മുന്നിൽ വന്നിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. രക്ഷകർത്താക്കൾ അതിൻ്റെ അനുസരിച്ച് വേണം കുട്ടികളെ സ്കൂളിൽ വിടാൻ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പസിനേക്കാൾ എപ്പോഴും ചെറിയ ഏതാണ്ട് ഇത്രയൊക്കെ ആവാം കേട്ടോ. ഇവിടെ വരെയൊക്കെ ആവും. കാരണം നമ്മൾ ഈ കോമ്പസ് പിടിച്ച് ഈ കറക്കുമ്പോഴേ ഈ പെൻസിൽ അങ്ങ് കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് അവർ സർക്കിളാണോ എന്തൊക്കെയാണ് വരയ്ക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് നോക്കിക്കേ, ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു റൗണ്ട്, ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ വെച്ചിട്ടും ഒരു സർക്കിൾ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ 2 സർക്കിളാവും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ എൻഡിൽ വെച്ചിട്ടും ഇനിയിപ്പം നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുത്തെന്ന് വിചാരിച്ചും കുഴപ്പമില്ല. ക്വസ്റ്റ്യനിൽ ഏതാണോ ചോദിക്കുന്നത് അത് മെഷർ തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ മെഷർ അതായത് അളവ് തന്നിട്ടുണ്ടെങ്കിൽ ആ അളവ് വെച്ച് വരയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിനകത്തിൽ ഇപ്പോൾ 3 4 എടുക്കുകയാണെങ്കിൽ അത് തന്നെ എല്ലായിടവും എടുക്കാവും. അല്ലാതെ ഇവിടെ 3 ആയിട്ട് ഇവിടെ 4 എടുക്കരുത്. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 വെച്ചിട്ട് ഒരു എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക. അതിന് സംശയമില്ല. അപ്പോൾ 2 സർക്കിളായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഈ 2 കുത്തുണ്ടല്ലോ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ലേ?
ഈ മൂല നമ്മളിവിടെ മുട്ടിയില്ലേ, അവിടോട്ട് വരയ്ക്കുന്നതും അപ്പം എന്തായിരിക്കും, നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത്, ഇവിടെ 3 സെൻറ്റിമീറ്ററാണ് എടുത്തതെങ്കിൽ ഇവിടെ എന്തായിരിക്കും 3 ആയിരിക്കണം, ഇവിടെ എന്തായിരിക്കണം 3 ആയിരിക്കണം കേട്ടോ. അത് തെറ്റിയാൽ നമ്മുടെ എന്താ ചെയ്തത് തെറ്റാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയും 3 ആയിരിക്കണം, ഇവിടെ നിന്ന് ദാണ്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ദാണ്ട് ഈ കോർണറിലും 3 ആയിരിക്കണം, ദാണ്ട് ഇവിടെയും 3 ആയിരിക്കണം. മനസ്സിലായോ? ഇത് ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. കണ്ടോ, ഇത് വരയ്ക്കണം. ഇനി എന്താ, ഇതിന് കളർ കൊടുക്കാനോ എന്തെങ്കിലും കളറൊന്നും കൊടുക്കാൻ ചോദിക്കത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ അതിലൂടെയൊക്കെ പോകും. നിങ്ങളെ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട്, പെൻസിലിൻ്റെ കാര്യത്തിൽ മറക്കരുത്, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, പെൻസിൽ എന്താ കോമ്പസിനേക്കാൾ ചെറുതേ എപ്പോഴും പെൻസിലിടാവൂ എങ്കിൽ. അതിൻ്റെ നോക്കിക്കേ, നമുക്ക് 1ാമത്തെ ചാപ്റ്റർ മുതൽ ഓടിച്ചിട്ടൊന്ന് നോക്കാം കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നോക്കിക്കേ, ലൈൻസ് ആൻഡ് സർക്കിളാണ് അല്ലേ. ഇതിനകത്തിലൊന്നും പഠിക്കാനില്ല, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ ഈ സെറ്റ് സ്ക്വയർ ഇല്ല കേട്ടോ, സെറ്റ് സ്ക്വയർ ഞാൻ കുട്ടികൾക്കാർക്ക് കൊടുത്ത്. നോക്കൂ കുഞ്ഞുങ്ങളെ, സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 180 ഡിഗ്രിയാണ്. അതിന് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ ഓരോ വശം വെച്ചും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാമെന്ന് നമ്മൾ 1, 2 കേട്ടോ. ഇതാണ് സെറ്റ് സ്ക്വയർ. ഇത് വെച്ചിട്ട് ചരിച്ച് വെച്ചും വരയ്ക്കാം അല്ലേ, ഇങ്ങനെ ചരിച്ച് വെച്ച് വരയ്ക്കാം. ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരെണ്ണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് നോക്കുക, സൈഡ് വെച്ചിട്ട് ചരിച്ചാണ് ഞാൻ പറഞ്ഞായിരുന്നു. അത് ചരിയുമ്പോൾ സ്കെയിലും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. അപ്പം തെറ്റത്തില്ലെന്നൊക്കെ എൻ്റെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോണേ കേട്ടോ. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ ചരിച്ച് വെച്ചാൽ നമുക്കിതിനെ ഒരു ക്വാഡ്രിലേറ്റർ ആക്കാൻ പറ്റും അല്ലേ. 4 വശങ്ങളുള്ള ഒരു മെഷർ എടുക്കാൻ പറ്റും. പിന്നെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ 2 സെറ്റ് സ്ക്വയർ ഉണ്ട്, ചെറുത് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും ചരിഞ്ഞ് കിട്ടും കണ്ടോ. ഇതെല്ലാം നമ്മൾ കുറേ പറഞ്ഞതാണ്. ഒരു 3-4 ലിങ്കെങ്കിലും എന്നെ ഇട്ട് കാണും കുഞ്ഞുങ്ങളെ. ഇനി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ സർക്കിൾ വരയ്ക്കുന്നതിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു. സർക്കിളിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ടത് എന്താ, സെൻറ്ററിലാണ്ട് ഇവിടെ പറയുന്നത് കേന്ദ്രം എന്ന് വെച്ചാൽ എന്താ, ഇതാ നിങ്ങളെ കേന്ദ്രമുണ്ട്. കേന്ദ്രത്തിൽ നിന്നും എങ്ങോട്ട് വരച്ചാലും അത് റേഡിയസ് ആണ്. ഫുള്ള് വരയ്ക്കുകയാണെങ്കിൽ അത് ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. അതെപ്പോഴും അറിയണേ കേട്ടോ. അതായത് റേഡിയസ്, ഇപ്പം നിങ്ങളോട് ചോദിക്കുക, റേഡിയസ് ഒരു 2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളെ, റേഡിയസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയാമീറ്റർ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? കുഞ്ഞുങ്ങളെ ഒന്ന് ചിന്തിച്ചേ. റേഡിയസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയാമീറ്റർ എത്രയായിരിക്കും? സമയമല്ലോ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഇത് 2 അല്ലേ, അപ്പോൾ ഇങ്ങോട്ടും എന്താ 2. അതായത് നമ്മൾ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഇവിടെ വ്യത്യാസമായിട്ടാണോ വരയ്ക്കുന്നത്? അല്ല. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആണ്. അപ്പോൾ 2ഉം 2ഉം 4 ആയിരിക്കും അതിൻ്റെ എന്താ നിങ്ങളെ മറന്നുപോയല്ലോ, റേഡിയസ് അല്ലേ. റേഡിയസ് ഓക്കെ അല്ല, റേഡിയസ് 4 ആണെങ്കിൽ ഫുൾ വ്യാസം എന്ന് വെച്ചാൽ റേഡിയസും ഡയാമീറ്ററും കേട്ടോ. എനിക്ക് മറന്നുപോയല്ലോ, ഡയാമീറ്റർ കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണെങ്കിൽ ഡയാമീറ്റർ എത്ര? 4 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും കേട്ടോ. അപ്പം ഡയാമീറ്റർ നിങ്ങളോട് പറയാം, ഡയാമീറ്റർ ഒരു 6 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ റേഡിയസ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് പറയും? ഡയാമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എത്ര കുഞ്ഞുങ്ങളെ? അതിൻ്റെ നേർപകുതിയായല്ലേ. ഡയാമീറ്റർ എന്ന് വെച്ചാൽ മൊത്തത്തിൽ 6 ആണെങ്കിൽ ഇവിടെ 3 ഇവിടെ 3 അങ്ങനെയൊക്കെയും ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പസ് പിടിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഞാനത് ഒത്തിരിയും വട്ടം പറഞ്ഞതാണ്. ഈ പടമൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചിട്ടേ പോകാവൂ. കാരണം ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യമേ ചോദിക്കത്തുള്ളൂ. ഇതുപോലൊരു പടം തന്നിട്ട് നിങ്ങളും അതുപോലെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എടുക്കും? അതുകൊണ്ട് ഇതൊക്കെ വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് ദ അൺമൂവിങ് പോയിന്റ് ഇൻ ദ മിഡിൽ ഈസ് കാൾഡ് സെന്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് കേട്ടോ. അനങ്ങാതെ നടുക്കു നിൽക്കുന്ന ബിന്ദുവിനെയാണ് നമ്മൾ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. 1 വേർഡിനൊക്കെ ചോദിക്കാം. ഡാഷ് ഈസ് ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആണ് സെന്റർ. അതായത് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ പാതയാണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ആക്ടിവിറ്റി ആയിട്ട് എഴുതിയത്. ഇനി ഞാൻ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കൂടെ ഇതുവരെ കിട്ടാത്ത
അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ. അവിടെ ഒരു റെക്റ്റാങ്കിൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേട്ടോ. സെറ്റ് സ്ക്വയറിൻ്റെ നേരെ ഇരിക്കുന്ന 90 ഡിഗ്രി, ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 മൂലയും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ആണ് 4 കോർണറും എപ്പോഴും എത്ര 90 ഡിഗ്രി ആയിരിക്കും. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എങ്ങനെയൊക്കെ വരയ്ക്കാവുന്നതാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് കണ്ടോ. ഒരു റെക്റ്റാങ്കിള് ഇതൊക്കെ വരയ്ക്കാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ. വെറുതെ ഞാൻ സമയം കളഞ്ഞു. നമുക്ക് കണക്ക് ഈ കണക്കൊക്കെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ? വരച്ച് പഠിക്കണേ. ഇപ്പം നമ്മളാ പറഞ്ഞതാ, ഇപ്പം 6 സെൻറ്റിമീറ്റർ എടുക്കുന്നെങ്കിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക, ഈ കോർണറിൽ കുത്തി ഒരു സെൻറ്റർ വരയ്ക്കുക, ഇതിൽ കുത്തി ഒരു സെൻറ്റർ വരയ്ക്കുക. ഇനി അതിൻ്റെ ചേരുന്നാണ്ട് ജോയിൻ ചെയ്യേണ്ടടുത്തെല്ലാം ജോയിൻ ചെയ്ത് എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ കേട്ടോ. പക്ഷേ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, വരച്ച് പഠിക്കണം. ഒരു ഡയാമീറ്റർ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു സർക്കിളിന് എന്തൊക്കെ വേണമെന്ന്. രണ്ടാമത്തെ പാഠം നോക്കൂ നിങ്ങളെ, അതായത് 1s 10s 100 1000 ഇതിൻ്റെ സ്പെല്ലിങ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഞാൻ ആദ്യമേ അത് പറഞ്ഞായിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ സ്പെല്ലിങ് നല്ലപോലെ അറിയണം, ഇല്ലെങ്കിൽ പണി കിട്ടും. 1000ൻ്റെയും ലാക്കും ക്രോറിൻ്റെയും ഒക്കെ സ്പെല്ലിങ് അറിയണം. ഇന്ത്യൻ സിസ്റ്റം എന്ന് വെച്ചാൽ 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറ് ഇങ്ങനെയാണ് കേട്ടോ. അതൊക്കെ അറിയണം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാ കേട്ടോ. പിന്നെന്താ നാടെ ഇതൊക്കെ കണ്ടോ കുഞ്ഞുങ്ങളെ. 1s 10s 100 ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതിയത് കേട്ടോ. ഒന്ന് നോക്കിക്കോണേ. ഇനി 10 എന്ന് പറയുന്നതിന് 1 0, 100ന് 2 0, 1000ന് 3 0, 10,000ന് 4 0, ലക്ഷത്തിന് 5 0 ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാം, എത്ര 0 ഉണ്ട് 1 ലാഖിന് അല്ലെ 1 ലക്ഷത്തിന് എത്ര 0 ഉണ്ട്. അതൊക്കെ നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് ചോദിച്ചാലോ കേട്ടോ. ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ആൾക്കാർ അങ്ങനെ ഒന്ന് ചോദിച്ചാലോ ഇല്ലേ. ഇനി നോക്കിക്കേ, ഇതൊക്കെ എഴുതുന്നത് 2000 3000 7000 എന്നൊക്കെ എഴുതുന്നത് ഇപ്പോഴും 5000 എന്നൊക്കെ ഓരോരുത്തർ എഴുതി വെക്കുന്ന വെക്കണം. 50,000 6000ന് 60 എന്തൊക്കെയോ എനിക്കറിയില്ല, വായിക്കാൻ പോലും പറ്റാത്തില്ല. അപ്പം അത് വേണ്ടിയാണ്, അതിനെ സ്പെല്ലിങ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എഴുതിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ സമാധാനത്തെ, ഞാൻ സ്പീഡിൽ പോകുന്നെങ്കിലും നിങ്ങൾ ഇത് സമാധാനത്തെ ഇരുന്ന് എഴുതിയെടുക്കണം. ഇനി നോക്കിയോ നിങ്ങളെ, ഇപ്പം ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലിയ 5 അക്ക സംഖ്യ. അതിനൊരു എളുപ്പവഴിയുണ്ട്. എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പം ലാർജസ്റ്റ് 5 ഡിജിറ്റ് ആണെങ്കിൽ 5 9 അങ്ങ് എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് 4 ഡിജിറ്റ് ആണെങ്കിൽ 4 9 അങ്ങ് എഴുതി വെച്ചാൽ മതി. ലാർജസ്റ്റ് 3 ഡിജിറ്റ് ആണെങ്കിൽ 3 9 അങ്ങ് എഴുതി വെച്ചാൽ മതി. മനസ്സിലായ? ആ ക്ലൂ ഓർത്ത് വെക്കണം. ലാർജസ്റ്റ് ഏത് ചോദിച്ചാലും എത്ര ആണോ ചോദിക്കുന്നത് അത്രയും 9 അങ്ങ് പറക്കി എഴുതി വെച്ചാൽ മതി. ഇനി ചോദിക്കുക സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ മൈനസ് ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ഏതാ 5 ഡിജിറ്റ് സ്മാളസ്റ്റ് ഏതാണ്? 10,000 ആണ് അല്ലേ. 10,000ന് എന്ത് ചെയ്യാനാ? ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ കുറയ്ക്കാനൊക്കെ ചോദിക്കും. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും കേട്ടോ. ഇത് തിരിച്ചും ചോദിക്കും. അതൊക്കെ നല്ലപോലെ നോക്കണേ. പിന്നെന്താ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പാലിൻഡ്രോമിക് നമ്പർ. പാലിൻഡ്രോമിക് നമ്പർ ലാസ്റ്റിൽ ചിലപ്പോൾ തരുന്നാണ്ട് ഇതേ നിങ്ങൾ എന്താ നിങ്ങളെ ലാസ്റ്റിൽ ഒരു പാറ്റേൺ തയ്യാറാക്കുന്ന പോലെ ഒന്ന് ശരിയാക്കാൻ. ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ. പാലിൻഡ്രോമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ പേര് എഴുതത്തില്ലേ. ഇപ്പം ജലജ, ജ ല ജ എന്ന് എഴുതത്തില്ലേ. എന്താ ജ ഫസ്റ്റും ലാസ്റ്റും ഒരുപോലെ, അതിൻ്റെ ഇടയ്ക്കും കണ്ടോ, ഇത് തിരിച്ചു പറയുന്നതും ഇങ്ങനെ പറയുന്നതും ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ പാലിൻഡ്രോമിക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ 121. ഇതിനെ നമ്മൾ തിരിച്ചു പറഞ്ഞാലും എന്താ 121 ആണ്. 1 3 3 1 തിരിച്ചു പറയുമ്പോഴും 1 3 3. മനസ്സിലായോ? തിരിച്ച് ഇങ്ങോട്ട് പറയുന്നതായിരിക്കും ഇങ്ങോട്ടും പറയുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പാലിൻഡ്രോമിക് എന്ന് പറയുന്നത്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഇപ്പോൾ ആ 2 ഡിജിറ്റ് നമ്പറുകളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതായിരുന്നോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയൊക്കെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴാണ് കേട്ടോ എത്ര 2 അക്ക സംഖ്യകളുണ്ട് അതേ അക്കത്തിൽ ആവർത്തിച്ച് വരുന്നത്. മലയാളം എനിക്ക് തോന്നുന്നു പിന്നെയും കണ്ട. ഇംഗ്ലീഷുകാർക്കൊക്കെ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്. അതേപോലെ നിങ്ങൾ ഇത് കണ്ട് പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം കേട്ടോ. 11 22 33 44 ഇതെല്ലാം സെയിം നമ്പർ അല്ലേ കേട്ടോ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ട്രൈസ്. അതായത് 3 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 3 അക്കം 1 1 1 2 2 2 3 3 അല്ലേ. ഇതിൽ നോക്കുമ്പോൾ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഇതിൽ നിങ്ങൾ കാണുമ്പോഴേ എളുപ്പം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കണക്ക് നിങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആണെന്ന് തോന്നുന്നെങ്കിലും ചെയ്ത് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഇനി ഒരു സംഖ്യ തരുക നിങ്ങൾക്ക്. 40 72 35 എന്നൊരു സംഖ്യ തരിക. ആ സംഖ്യയിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്, ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ എത്രയാണ്, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നും സം ഡിഫറൻസും കാണാനാണ്. ഈ സംഖ്യയുടെ ഏറ്റവും വലിയ സംഖ്യ
സംഖ്യ എങ്ങനെ എഴുതണം? ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ 7, അത് കഴിഞ്ഞ് 5, 4, 3, 2, 0 അല്ലേ? ഇതാണല്ലേ ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും ചെറുതോ? 0 ഏറ്റവും ചെറുത്. പക്ഷേ 0 ഒരിക്കലും തുടങ്ങത്തില്ലെന്ന് ഓർത്തോണം. അപ്പം തൊട്ടപ്പുറത്ത് കിടക്കുന്നത് 2 അല്ലേ? 2 കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 2 ഇതിനെ നേരെ തിരിച്ചായി എഴുതേണ്ടത്. പക്ഷേ 0 ഒരിക്കലും എന്താ തുടങ്ങത്തില്ല. അപ്പം 2 ഇട്ടിട്ട് 0 ഇട്ടിട്ട് 3, 4, 5, 7 എന്ന് എഴുതുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ ഡിഫറൻസ്? കൂട്ടുമ്പോഴും എത്ര കിട്ടും, കുറയ്ക്കുമ്പോഴും എത്ര കിട്ടുമെന്ന് അവർ ചോദിച്ചാൽ സമ്മും ചോദിച്ചിട്ടുണ്ട്, ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുമ്പോഴും എത്ര കിട്ടും നിങ്ങൾ കൂട്ടി നോക്കണം, കുറയ്ക്കുമ്പോഴും എത്ര കിട്ടുമെന്ന് നോക്കണം കേട്ടോ. ഇനി 13 × 15 എന്ന് പറയുന്നത് നമ്മൾ കുറേ ചെയ്ത കുഞ്ഞുങ്ങളെ ഇത് നല്ലപോലെ ഓർത്തോണം. 13 × 15 എത്രയാണ്? 17 × 16 എത്രയാണ്? 18 ഇതൊക്കെ നമ്മൾ കുറേ ചെയ്തതാണ്. ഒരെണ്ണം ഞാൻ പറയാം. 13 × 15 അല്ലേ? 13 എന്ന് പറയുന്നത് എങ്ങനെ എഴുതും നമ്മൾ? 10 ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണെന്നറിയോ? 13 × 15 എന്നുള്ളതിന് 13 എന്നുള്ളത് 10 + 3 കണ്ടോ? 2 ബോക്സ്. ഇവിടെ എത്ര സംഖ്യയുണ്ടോ അത്രയാണ് ബോക്സ് കൊടുക്കേണ്ടത്. ആദ്യം അതറിയണേ. രണ്ട് സംഖ്യയുണ്ട്, 2 ബോക്സ്. 10 + 3 കൊടുക്കണം. ഇവിടെ 15 ആയതുകൊണ്ട് 10 + 5. ഇവിടാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത് കേട്ടോ. 10 + 3 10 + 5. ഇനി 10 × 10 100 കേട്ടോ. ഇനി ഈ 10 തന്നെയാണ് ഇവിടെ വരുന്നത്. 10 × 3 30. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒന്നുകൂടെ പറയണോ ഞാൻ? ഇത് ഞാൻ വേറൊരു പേപ്പർ ഒന്നുകൂടെ ചെയ്തു തരാം. അണ്ട് അതിൽ ഒരുപാട് കണക്കുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ പ്രധാനപ്പെട്ടാണ് 10,000 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 10,000 എങ്ങനെയെല്ലാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 10,000 ഇട്ടിട്ട് 1 ഇട്ടിട്ടേ വേണ്ടേ അതിൽ ഇവിടെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. 1 ഇട്ടിട്ട് 10,000 എന്ന് എഴുതാം. പിന്നെ 1ൻ്റെ കൂടെ ഒരു 0 ഇടുക, ഇവിടെ ഒരു 0 മൈനസ് ചെയ്യുക, കട്ട് ചെയ്യുക. ഇവിടെ ഒരു 0 കൂട്ടുക, ഇവിടെ ഒന്ന് കുറയ്ക്കുക, ഇവിടെ ഒന്നുകൂടെ കൂട്ടുക, ഇവിടെ കുറയ്ക്കുക. ഇപ്പോൾ മനസ്സിലായോ? 1, 10, 100, 1000, 10,000. ഇത് തിരിച്ച് 1, 10, 100, 1000, 10,000 എന്നും പറഞ്ഞ് ഇത് കണ്ടോ? ഇത് ഇങ്ങനെ നോക്കി മനസ്സിലാവുന്നവർക്ക് ഇത് എഴുതാൻ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ കുറേ പറഞ്ഞതാണ്. അതായത് 1s, 10s, 100, 1000, 10,000 എന്നിങ്ങനെ എഴുതുക. ഇവിടെ എന്താണ് 10,000 അത് നേരെ തിരിച്ചു എഴുതുക. ഇത് നേരെ തിരിച്ചു എഴുതുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് 10,000-നകത്തിൽ എത്ര 100 ഉണ്ടെന്ന്. അതായത് 10,000-നകത്തിൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? 10,000 ഇതിനകത്തിൽ എന്ത് ചെയ്യും നിങ്ങളെ? 100 എന്ത് ചെയ്യും എന്നൊക്കെ 100 10,000-ൽ എത്ര 100 ഉണ്ട്? അതെ ഈ 100 ആണ് 10,000 കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര 100 ആണ് 10,000. ഇനി എത്ര 10 ഉണ്ട്? 10,000-നകത്തിൽ എത്ര 10 ഉണ്ട്? എത്ര 10? 1000 10 ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം. 10,000-ൽ എത്ര വൺസ് ഉണ്ട്? 1000 വൺസ് ഉണ്ട്. ഇത് ഇങ്ങനെയും പറയാം. വൺസ് എത്ര വൺസ് ഉണ്ട്? 10,000 അല്ലേ? 10,000-ൽ എത്ര വണ്ണുണ്ട്? ഒരു വണ്ണ്. 10,000-ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാലോ? 100 ഉണ്ട് കേട്ടോ. ഇത് പഠിക്കാമെങ്കിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന്. ഇതിനകത്തിലെ വൺസും ടെൻസും ഒക്കെ അറിയാമല്ലോ. ഞാൻ പറയണ്ടല്ലോ. 1s, 10s, 100, 1000, 10,000 എന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ. 50ാമത്തെ ഒറ്റസംഖ്യ ഏതാണ്? 1, 3, 5 മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലേ? 50ാമത്തെ ഒറ്റസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്താണ്? അതിൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന 50, 50, 100 എടുക്കണം. 100 അല്ലേ? 50ാമത്തെ ഒറ്റസംഖ്യ. അപ്പം 100 50ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ? സ്ക്വയർ അല്ല, 50ൻ്റെ ഇരട്ടി 100 ആണല്ലേ? 100-ൽ നിന്ന് 1 കുറച്ചാൽ മതി. 99 മുമ്പ് നമ്മൾ ചെയ്തതാ. അത് ഓർമ്മയുണ്ടോ? ഇനി സമചതുര സംഖ്യകൾ അത് നമ്മൾ ചെയ്തതാ. 25 എന്ന് പറയുന്നത് 5-ൻ്റെയാണ്. 16 എന്ന് പറയുന്നത് എത്ര? 4-ൻ്റെയാണ്. അത് മുമ്പ് നമ്മൾ ചെയ്തല്ലോ. ആദ്യം ചെയ്തതാ. ഞാൻ ആക്ടിവിറ്റിക്കകത്ത് ചെയ്തു തന്നതാ. അതേപോലെ ഒരുപാട് ചോദ്യം കണ്ടോ? ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് നമ്മൾ കുറേ ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ലിങ്ക് ഒന്ന് കയറി കാണണേ കുഞ്ഞുങ്ങളെ. ഇത് കാണാത്തവർക്ക് ഇതണ്ടേ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് കമ്പ്യൂട്ട് ദ സ്ക്വയർ അപ് ടു 100. അതായത് കമ്പ്യൂട്ട് ഈ ഒരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് തരും കേട്ടോ. പാറ്റേൺ തരുമ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കേ. 1 + 3 4 തന്നു. 4 + 5 9 തന്നു. ബാക്കി പാറ്റേൺ നിങ്ങളോട് പൂരിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? നോക്കൂ നിങ്ങളെ. ഇവിടെ 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആ 4-നെ വീണ്ടും എടുത്തെഴുതുക. പിന്നെന്താണ്? നട നോക്കിയേ. ഇത് ഓഡ് നമ്പർ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലൂ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഇതൊക്കെ നോക്കണം. ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ ഈ തന്നിരിക്കുന്നത് നോക്കണം. നോക്കിയേ. ഓഡ് നമ്പർ ഇത് കൂട്ടി കിട്ടുന്നു. ആ കിട്ടിയതേ വീണ്ടും അടുത്ത സംഖ്യ വെച്ച് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. കണ്ടോ? 100. ഇത് പാറ്റേണായിട്ട് ചോദിക്കും കേട്ടോ. പാറ്റേൺ അറിഞ്ഞിരിക്കണേ. ഓക്കെ. ഇതൊക്കെയും ചെയ്തതാ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് സമയം ഒരുപാട് പോകുന്നുണ്ട്.
കേട്ടോ. പാലിൻഡ്രോമിക്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അതായത് കേട്ടോ. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചെല്ലുന്നതും അല്ല റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് ചെയ്യുന്നതും എന്താണ്, ഒരേ നമ്പറിനാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്, പാലിൻഡ്രോമിക്. ഓക്കെ. അടുത്ത സംഖ്യാലോകം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഒക്കെ പറഞ്ഞതാണ്. അഥവാ അറിയാൻ വയ്യാത്തവരൊന്നും നോക്കണേ, എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും ഒക്കെ പഠിപ്പിച്ചതാണ്. നമ്പർ നെയിമാണ് ഇതെല്ലാം. ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് വെച്ചാൽ 1s, 10s, 100, 1000, 10,000, 100,000, മില്യൺ, 10 മില്യൺ, 100 മില്യൺ എന്നാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാവും. നിങ്ങളെ വൃത്തത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഇത് നമ്പർ നെയിമാണ്, നമ്മൾ കുറേ പഠിച്ചു. പിന്നെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പർ 0, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പർ ആറ് ദെയർ വിത്ത് 0, ഹൗ മെനി വിത്ത് ഔട്ട് 0. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. അതായത് എന്താ, എത്ര 2 ഡിജിറ്റ് നമ്പറിനകത്തില്ലേ 0 അല്ലാത്തതും 0 ഉള്ളതും. 0 ഉള്ളത് ഏതൊക്കെയാവും നിങ്ങളെ, 10, 20, 30, 40 അങ്ങനെ 9 എണ്ണത്തിന് 0 ഉള്ളതാണ്. അപ്പോൾ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. ആ 9 എണ്ണമെങ്കിൽ പോന്നു കഴിഞ്ഞാൽ ബാക്കി നോക്കിക്കേ, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 2 ഡിജിറ്റ് നമ്പർ മൊത്തം 90 എണ്ണമാണ്. 2 ഡിജിറ്റ് മൊത്തം 90ൽ ഇവിടെ എന്താ 9 എണ്ണമെങ്കിൽ പോന്നു കണ്ടോ. 90ൽ നിന്ന് 9 എണ്ണമെങ്കിൽ പോന്നു കഴിഞ്ഞാൽ ബാക്കി 81 എണ്ണം 0 ഇല്ലാത്തതാണ്. 0 ഉള്ളത് 9 എണ്ണവും 0 ഇല്ലാത്തത് 81 എണ്ണവും. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റ്, അത് നമ്മൾ എഴുതിയതാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. പഠിച്ചത് തന്നെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സാരമില്ല. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ഇത് നമ്മൾ മുമ്പ് ചെയ്തതാ അല്ലേ. 15 × 8 ചെയ്ത് തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. 15 × 8 എന്ന് പറയുന്നതിനെ 15നെ ആദ്യമേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. 10 + 5 ആണ് അല്ലേ. 10 + 5 15 × 8. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പ്ലിറ്റ് ചെയ്ത നമ്പറിനെ വെളിയിൽ കിടക്കുന്ന നമ്പർ 10 × 8 കണ്ടോ. 10 × 8 10 5 × 8 5 × 8 മനസ്സിലാവുന്നുണ്ടോ. അതായത് സ്പ്ലിറ്റ് നമ്മൾ 15 × 8 ചെയ്യേണ്ടത്. 15 × 8 എന്ന് പറയുന്നതിനെ 15നെ ആദ്യമേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എത്രയൊക്കെ തങ്ങളില്ല, 10 + 5 ആണ് 15. അപ്പോൾ അതിനെ ബ്രാക്കറ്റിൽ ഇടുക. എന്നിട്ട് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ നമ്പറും പോയി വെളിയിൽ പോയ നമ്പറിനെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ആദ്യം 10 പോയി 8നെ കണ്ടു, പിന്നെ 5 പോയി 8നെ കണ്ടു. 10 × 8 80 ആണ്, 5 × 8 40. മനസ്സിലായോ. അപ്പം എന്താ 120 നമുക്ക് കിട്ടി. ഇതിനകത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ 15 × 8ഉം 18 × 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പം നമ്മൾ ഈ ആദ്യമേ ചെയ്യുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഓക്കെ 10 × 8 80 ഇവിടെ വന്നത്. ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു കുറേ പേരുടെ സംശയങ്ങൾ. ഇത് നോക്കൂ നിങ്ങൾ, എന്നാൽ ഇതങ്ങ് തീർക്കാം. 15 × 8ഉം 18 × 5ഉമാണ് അല്ലേ. അപ്പോൾ 15 എന്ന് പറയുന്നത് 10 + 5 ആണ്. അതിനെ ചെയ്ത് വരുമ്പോൾ 80 ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി കേട്ടോ, 80. കാരണം ഇത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഫസ്റ്റ് നോക്കിയാൽ ഈ 80. ഇവിടെ 18 × 5 ആണെങ്കിലോ അതും ചെയ്തു വരുമ്പോൾ 10 × 5 50 ഇവിടെ അവിടെ 80 വന്ന് ഇവിടെ 50 വന്നത്. 10 × 5 50. അപ്പോൾ 80 വലുത് 50 വലുതെന്ന് ഓർത്താൽ മതി. ഏതാ വലുത്, 80 അല്ലേ വലുത്. ഇനി അത് തങ്ങളുടെ വ്യത്യാസം എത്രയാണ്, 30ൻ്റെ വ്യത്യാസം. അതായത് 80ഉം 50ഉം തങ്ങളുടെ ഡിഫറൻസ് 30. ഇത് 3-4 പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇന്നിട്ടത്. ഇനി അത് കിട്ടാത്തതാണ്ടേ ഈ കണക്കെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. കിട്ടാത്തവരെല്ലാം അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ ലിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ. ഇനിയും നിങ്ങളെ ഞാൻ ലിങ്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം എഴുതാത്തവർക്കാണെങ്കിലും കാണാത്തവർക്ക് വേണ്ടിയാണെങ്കിലും ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇതെല്ലാം എഴുതിയിട്ട് കണക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത് കണക്കാണോ നിങ്ങൾക്ക് കിട്ടാഞ്ഞത് ആ കണക്ക് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഒരു സംഖ്യ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ അത് നമ്മളിപ്പോൾ പറഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ പാറ്റേണായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. പാറ്റേൺ ആണേ. പിന്നെ നോക്കി ഇത് 100 കിട്ടുന്നത് എങ്ങനെയാണ്, ഇതും ഒരു പാറ്റേണാണ്. ഇപ്പം നമ്മൾ ചെയ്തതാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ സംഖ്യയിൽ തങ്ങളിൽ ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തില്ലേ. അതിൻ്റെ ഇത് നമ്മൾ പറഞ്ഞ എന്താ എത്ര സംഖ്യ ഉണ്ടോ നോക്കി. ആദ്യം 13 എന്ന് വെച്ചാൽ 10 + 3, 15 എന്ന് വെച്ചാൽ 10 + 5. എന്നിട്ട് കേട്ടോ 10 × 10 100, 10 × 3 30, 10 × 5 50, 3 × 5 15. ഈ കിട്ടിയ സംഖ്യകൾ തങ്ങളിൽ 10 100 30 130 50 15 65 ടോട്ടൽ. ഇങ്ങനെ എല്ലാ കണക്കും ചെയ്യണമെന്ന് കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണേ. എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നോക്കിയേ സ്ക്വയർസ് ആണ്ടേ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ 4ഉം 16ഉം ഗുണിക്കുമ്പോൾ 4 എന്ന് പറയുന്നത് 2ൻ്റെയാണ്, 16 എന്ന് പറയുന്നത് എത്രൻ്റെയാണ് 4ൻ്റെയാണ്. അപ്പോൾ ഇതും നമ്മൾ മുമ്പ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് ഇവിടെ വലതുവശത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എഴുതിയതായിരുന്നു, ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്.
ഹരണത്തെ ഹരിക്കുന്നതിനെ കുറിച്ചുണ്ട്, ഹരണം അല്ലേ. ഈ ഹരണ രീതിയെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ നാളെ ഒന്നും കൂടി ഇടാം കുഞ്ഞുങ്ങളെ, കാരണം ഈ ലിങ്കിനകത്തിൽ തൽക്കാലം നമുക്കിത് മതി. നമുക്ക് ചാപ്റ്റർ 4 വേണമെങ്കിൽ ഞാൻ നാളെ ഒന്നും കൂടി ഇടാം. ഇപ്പം 3 വരെയുള്ളതിൻ്റെ ഏകദേശം 3 എല്ലാ ചാപ്റ്ററുമായിട്ടും ഇട്ടിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ 4ാമത്തെ ചാപ്റ്റർ എക്സാമിന് മുന്നേ ഒന്നും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള റിവിഷൻ ചാപ്റ്ററുകൾ ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഒന്നും കൂടി ഇട്ട് തരാം, ആ ക്ലാസ് ഒന്നും കൂടി എടുത്തു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു നിങ്ങളെ, താങ്ക് യു.